ഓക്കെ, ഉറക്കം സംസാരിക്കണം. എന്തോ സംഭവം എന്നറിയാവോ? എന്തോ ഇത് ഇപ്പുറത്തോട്ട് നോക്കും, ചിരിച്ചോണ്ടിരിക്കണം. ഇതെല്ലാം വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കുവാന്നേ. ഓക്കെ, എന്തോ സംഭവം എന്നറിയാവോ? എന്തോ എന്തോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ? ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. അപ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നെ പറ്റിയിട്ടായിരിക്കും. അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസർ ആരാ പറയുന്നത് വെച്ചാൽ അവർ ജയിക്കും. എന്നെ പറ്റി ഞാൻ ചോദിക്കും, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടുപേർക്കും കൂടെ. എനിക്ക് ആദ്യം ആരാണോ പറയുന്നത്, ആദ്യം കൈ പൊക്കി ഇങ്ങനെ കാണിക്കുന്ന ആൾക്കേ ആൻസർ പറയാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ രണ്ടുപേർക്കും ആൻസർ അറിയായിരിക്കും. ആദ്യം പൊക്കുന്നവർക്ക് കൈ പൊക്കുന്നവർക്ക് ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്ക് ഏറ്റവും ഇപ്പൊ അടുത്തായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക്. പൊക്കിയതിന് ശേഷം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയായാലും പേര് പറയണമെന്നൊന്നും ഇല്ല, കൈ പൊക്കിയാലേ പറയാൻ പറ്റും. അച്ഛൻ കൈ പൊക്കി ആൻസർ പറ. 5 വരെ എണ്ണം. 1 2 തണ്ണിമത്തനോ? എന്ത് തണ്ണിമത്തൻ? എന്ത് തണ്ണിമത്തൻ ജ്യൂസ്? തെറ്റ്. 1 2. വേറെ ആർക്കെങ്കിലും അറിയാവോ? അത്രയും കൈ വെക്കണ്ട, ഇത്രയും വെക്കിയാ മതി. എന്ത് സംഭവം എന്ന് പറ. ഏത്? അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫലൂഡയാണോ? ഫലൂഡ അല്ല. മൊഹബത്ത് കസാർ. അതിനകത്ത് തണ്ണിമത്തനും കസ്കസ്, പാല് എല്ലാം വരുന്നത്. അതാണ് ഇപ്പൊ എന്റെ റീസെന്റ്. അച്ഛനൊരു പോയിന്റ്, ഞാൻ പോയിന്റ് ഒന്ന് ഇട്ടോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആദ്യം കൈ വെക്കുന്നവർക്കേ പറയാൻ ചാൻസ് ഉള്ളൂ, ഞാൻ വീണ്ടും പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ഇവിടെ ആദ്യം കൈ പൊക്കി. ഇത്രയും പൊക്കണ്ട, ഇത്രയും പൊക്കിയാ മതി, ഇത് ക്യാമറ കിട്ടത്തില്ല. പറ, അച്ഛൻ പറ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് മട്ടൻ ബിരിയാണി. കഴിഞ്ഞ്. തെറ്റ്. അടുത്ത. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. പക്ഷെ ഇത് പെട്ടെന്ന് പറയണം, സമയം ഒത്തിരി നേരം ഇരിക്കാനുള്ള സമയം. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീ ഫുഡാണ്. സീ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ്, കരിമീനല്ല, ഫിഷ്, കണവ, അങ്ങനത്തെ ഫിഷ് ഐറ്റംസും അതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ഇതെല്ലാം വീഡിയോ വന്നോണ്ടിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് തെറ്റി, രണ്ടുപേർക്കും ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ഇപ്പോഴത്തെ, ഇപ്പൊ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഉള്ള എൻ്റെ ബോഡി വെയിറ്റ് എത്രയാണ്? അച്ഛൻ 68. ഓക്കെ, തെറ്റ്. 62. തെറ്റ്. ഇത് ഞാനും അമ്മച്ചിയും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോയത്. അവിടെ വെച്ച് അവർ നോക്കിയതാ 60 kg, 60 കിലോയാണ് ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ്. അതും രണ്ടുപേരും തെറ്റിച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ. ഐസ്ക്രീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ 2 ഫ്ലേവർ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി. ഇല്ല, ഇവിടെ കൈ പൊക്കി. ഓക്കെ, അടുത്ത ഫ്ലേവറിന്റെ പേര് വാനില അല്ല, പിന്നെന്തോ? വാനില, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, പിസ്ത. അപ്പം പോയിന്റ് 2 പേർക്കും ഉണ്ട്. എനിക്കിത് രണ്ടും ഇഷ്ടം. വാനിലയും ചോക്ലേറ്റും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ആഗ്രഹമുള്ള, എനിക്ക് ഫ്യൂച്ചറിൽ പോകണം എന്ന് ആഗ്രഹമുള്ള സ്ഥലം. 2 സ്ഥലമുണ്ട്. അതിനകത്ത്
എനിക്ക് ജോലി ചെയ്യാനും ജീവിക്കാനും ഒന്നുമല്ല, എനിക്ക് പോയി ട്രിപ്പിന് പോയിട്ട് വരാനായിട്ട് എനിക്ക് താല്പര്യമുള്ള 2 സ്ഥലം. 2 സ്ഥലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി. ഓക്കെ, പറ. ജപ്പാൻ. ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ആ, ദുബായ് അല്ല, ജപ്പാനാണ് കറക്റ്റ് ആൻസർ. അപ്പൊ 2 പോയിന്റ്. ഇപ്പൊ 2 പേർക്ക് എത്രയെന്ന് അറിയാവോ? അല്ല, അച്ഛന് 2, അമ്മച്ചിക്ക് 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതൊന്നും ഇവിടെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാഗ്രാമില് ഞാനിപ്പം വീഡിയോയും സ്റ്റോറിയൊന്നും ഇടാറില്ലല്ലോ. ലാസ്റ്റ് ഞാനിട്ട സ്റ്റോറി അല്ലെങ്കിൽ വീഡിയോ, റീലോ എന്തെങ്കിലും, അതെന്തുവാണ്? ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ടത്. പെട്ടെന്ന് പറയണം. ഓസ്ട്രേലിയയിൽ വെച്ചിട്ടല്ല, ഞാൻ ഇവിടെ വന്നിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ, കറക്റ്റ്. പക്ഷെ ഇത് കൈ വെക്കാതെ ആൻസർ പറയാൻ പറ്റത്തില്ല. കൈ വെക്കണം. ഇപ്പൊ ലീഡ് ചെയ്യുന്നത് അമ്മച്ചിയാണ്. 3 പോയിന്റ്. അച്ഛനും വാട്സപ്പിൽ കണ്ടതാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ചെറുതായിരിക്കുമ്പോഴേ എനിക്ക് ആരാകണമെന്നായിരുന്നു ആഗ്രഹം. സ്കൂളിൽ പഠിക്കുമ്പോഴോ എങ്ങനെയാണേലും മതി. ഫസ്റ്റ് ഇവിടെ പൊക്കി. പറ. പക്ഷെ കൈ ആദ്യം ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ പൊക്കി അച്ഛൻ. അതുകൊണ്ട് 3 പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് +2 +1 +2 പഠിക്കുന്ന സമയത്ത് നമുക്ക് 10th വരെയുള്ള സബ്ജക്റ്റ് അല്ലല്ലോ, വേറെ സബ്ജക്റ്റ് അല്ലേ. അപ്പൊ +1ലും +2ലും എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? പറ. ബയോളജി. കറക്റ്റ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കൈ ആദ്യം പൊക്കുന്നവർക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് കുറേ ഹോബീസ് എനിക്കിഷ്ടമാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഏതെങ്കിലും പറഞ്ഞ 2 പേരും ഒരുമിച്ചാണ് പൊക്കിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹോബീസിൽ ഏതെങ്കിലും കാര്യം, എനിക്ക് എൻ്റെ മൂഡ് അനുസരിച്ചായിരിക്കും ഹോബി. ചിലപ്പോൾ നമുക്ക് പടം വരയ്ക്കാൻ തോന്നുമ്പോഴേ പടം വരയ്ക്കും, കുക്ക് ചെയ്യാൻ, അങ്ങനെ പല ഇതിൽ. പറ. അതിപ്പോ ഞാൻ പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞു. അടുത്ത എന്ന് പറഞ്ഞാൽ DIYs അതെല്ലാം ഇഷ്ടമാണ്. ക്രാഫ്റ്റ് മേക്കിംഗ് ഇഷ്ടമാണ്. അതെല്ലാം. ഓക്കെ, അപ്പൊ 2 പേർക്ക് ഓരോ പോയിന്റ്. 5. അച്ഛൻ 5, അമ്മച്ചിക്ക് 4. ഇനി പെട്ടെന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് പെട്ടെന്ന് ആരാണോ ഇത്രയും പൊക്കിയാൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ആരാണോ കൈ പൊക്കുന്നത് അവർക്കായിരിക്കും പോയിന്റ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് വീട്ടിനുള്ളിൽ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷമേ കൈ പൊക്കാവൂ. എനിക്ക് വീട്ടിനുള്ളിൽ ഇരിക്കാനാണോ ഇഷ്ടം, പുറത്ത് പോകാനാണോ ഇഷ്ടം? ഓക്കെ, അച്ഛൻ പുറത്ത് പോകാൻ. അപ്പൊ 2 പേർക്കും പോയിന്റ് ഉണ്ട്. 5, 6. വൻ പോരാട്ടം. ഇപ്പൊ ആരാ ലീഡ് ചെയ്യുന്നതെന്ന് അറിയാമോ? 5, 6. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിളും കൂടെ പറയാം, ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. ഞാൻ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ആപ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. ഇതിലേതെങ്കിലും ആവാം. ഇതിലേതാണ്? ആദ്യം കൈ പൊക്കണം, എന്നിട്ട് ആൻസർ പറയാമോ? ഓക്കെ, അച്ഛൻ പറ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. ഓക്കെ, പക്ഷെ ഇൻസ്റ്റാഗ്രാം ആണ് ആൻസർ. അതുകൊണ്ട് 7 പോയിന്റ്, 5 പോയിന്റ്. ഇനി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ള. ഈ 2 ക്വസ്റ്റ്യൻ അമ്മച്ചി ശരിയാക്കിയ 2 പേര് ഈക്വൽ ആവും. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അച്ഛൻ കറക്റ്റ് പറഞ്ഞാൽ അച്ഛൻ വിൻ ചെയ്യും. വാട്ട് മേക്സ് മീ ഹാപ്പി? അച്ഛൻ. യാത്ര പോകുന്നത്, പിക്ചർ കാണുന്നത്, സിനിമ കാണുന്നത്, പുറത്ത് ട്രിപ്പിന് പോകുന്നത്. ഫുഡ് കഴിക്കുന്നത്. മതി, ഒന്ന് മതി. പറ. യാത്ര പോകുന്നത്. പക്ഷെ അച്ഛനാണ് ആദ്യം കൈ പൊക്കിയത്. ആൻസർ 2 പേർക്കും അറിയാമെങ്കിലും പോയിന്റ്. അപ്പൊ അച്ഛൻ പോയി. അടുത്തത് ആണ്. അടുത്തത്
ശ്രദ്ധിച്ച് കേൾക്കണം. പെട്ടെന്ന് കൈ പൊക്കുന്നയാൾക്ക് ആൻസർ പറയാം. ഒരു ബോണസ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ തരാം. അതിൽ വേണമെങ്കിൽ ചാൻസ് ഉണ്ട് ആർക്കെങ്കിലും വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പെട്ടെന്ന് കേട്ടിട്ട് പെട്ടെന്ന് കൈ പൊക്കുന്നവർക്ക് ആൻസർ പറയാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരാനുള്ള കാരണം. ഓക്കെ, പറ. കുറ്റം പറയുന്നുണ്ട്. എന്നെ കുറ്റം പറയുന്നത്. ഓക്കെ, പറ. കുറ്റം പറയുന്നത്. കുറ്റം പറയുന്നത് എന്നാ തെറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് കള്ളത്തരം പറയുന്നത്. എനിക്ക് കള്ളത്തരം പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം. അത്തരം കുറ്റം അല്ല, കുറ്റം എങ്ങനെയാ കള്ളത്തരം ആവുന്നത്? കള്ളത്തരം കുറ്റമായിട്ട് പറയും. കള്ളത്തരം എന്നാ അത് കറക്റ്റ് ആയിട്ട് പറയണം. അതാ അതിന്റെ ശരി. അല്ലല്ലല്ല, കുറ്റം എന്നേ പറഞ്ഞോളൂ. കുറ്റം പറയുന്നത് എന്തിനാ നീ? കുറ്റം പറയുന്ന വെച്ചാൽ ഒരാളെ വഴക്ക് പറയുക, ആ. അത് കുറ്റമല്ലേ? അത് ക്യാൻസൽ ഇല്ല ഇല്ല ഇല്ല, ക്യാൻസലിംഗ് ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ, എല്ലാം തീർന്നു. ബോണസ്. ഇനി വേണമെങ്കിൽ ഞാനൊരു ബോണസ് ക്വസ്റ്റ്യൻ തരാം. ബോണസ് ക്വസ്റ്റ്യൻ ആലോചിക്കണം. മനസ്സിൽ കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ഇനി ബോണസ് ക്വസ്റ്റ്യൻ വന്നിട്ടും കാര്യമില്ല. 8ഉം 5ഉം. എനിക്കെട്ട്. അപ്പൊ ഞാൻ പിന്നായി. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലോസായി. എല്ലാം തീർന്നിട്ടുണ്ട്. ഇതിനകത്ത് അച്ഛന് 8, അമ്മച്ചിക്ക് 5. അത് വിൻ ചെയ്തത് അച്ഛൻ. പ്രൈസ് എന്ത്? പ്രൈസ് ഇല്ല. എന്നാ ഒരു പ്രൈസ് തരാം. എന്തു വേണ്ടത്? എന്തുവായാലും മതി. മോള് വിൻ ചെയ്ത ഞാനെന്ന് പറഞ്ഞാൽ വിൻ ചെയ്തത് അച്ഛൻ. വിന്നർ അച്ഛൻ. നേരെ ഇരിക്ക്. വിൻ ചെയ്തത് താങ്ക് യു.